വാകേരി മൂടക്കൊല്ലിയിൽ പ്രജീഷിനെ കടുവ കൊലപ്പെടുത്തിയിട്ട് ഇന്ന് ഒരാണ്ട് തികയുന്നു. കടുവയെ പിടികൂടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലൊന്നും കടുവാപ്പേടി ഇപ്പോഴും ഒഴിയുന്നില്ല. കടുവയാക്രമണത്തിൽ കൊല്ലപ്പെട്ട പ്രജീഷിൻ്റെ നാട്ടിലാണ് വാകേരി മൂടക്കൊല്ലിയിൽ. പ്രജീഷിൻ്റെ മരണശേഷം ഈ നാട്ടിലേക്ക് വാഗ്ദാനങ്ങളുടെ പെരുമഴ തന്നെ ഉണ്ടായിരുന്നു. ഒന്നും പ്രാവർത്തികമായില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇപ്പം എല്ലാവരോടും പറഞ്ഞു മടുത്ത് അന്ന് തൊട്ട് പറയുന്നത് നമ്മുടെ റോഡിൻ്റെ കാര്യവും ഈ മതിലിൻ്റെ കാര്യവും ഇനി ഇതാ വേറെ ആർക്കും ഉണ്ടാകരുതെന്ന് അന്ന് തൊട്ട് പറഞ്ഞു. ഈ മതിലിൻ്റെ കാര്യം എല്ലാവരും അതെല്ലാം ശരിവെച്ച് പോയതാണ്. ഇതുവരെ അതിനെപ്പറ്റി ഒന്നും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. നമ്മുടെ ഈ ഭാഗത്ത് ഫോറസ്റ്റിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും നല്ല രീതിയിലൊരു അവഗണനയാണ്. ഫോറസ്റ്റ് ഒരു ആന വന്നാലും കടുവ വന്നാലും എന്ത് വന്നാലും നാട്ടുകാർ വേണമെങ്കിൽ ഓടിച്ചോട്ടെ എന്നുള്ള രീതിയിലാണ്. നാട്ടുകാരാണ് എല്ലാ പ്രാവശ്യവും ഓടിച്ചു വിടല്. കടുവാഭീതിയും എല്ലാം ഇങ്ങനെ നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് ഈ മതിൽ ഇവിടെ പൂർത്തിയാക്കാണ്ട് സെൻട്രൽ ഭാഗം ഇങ്ങനെ ഒരു 2,800 തുറന്നിട്ടിരിക്കുകയാണ്. ഈ 2,800 എത്രയും പെട്ടെന്ന് നടക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഇത് PWD ഏറ്റെടുത്ത് ഈ റോഡ് നല്ല രീതിയിലൊന്ന് പണിത് തരണം. ഞങ്ങളോടുള്ള ഈ മൂടക്കൊല്ലി കൂടല്ലൂർ നിവാസികളോടുള്ള ഏറ്റവും വലിയ അവഗണനയാണ് ഇപ്പം ഈ പഞ്ചായത്തും മറ്റുള്ള എല്ലാ ആളുകളും ചെയ്തു തരുന്നത്. ഞങ്ങൾക്കിപ്പോൾ സന്ധി കഴിഞ്ഞിട്ടുണ്ട്, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ 2 മാസത്തോടെ കഴിഞ്ഞ് ആനശല്യമായി, പിന്നെ കടുവയായി, പേടിച്ചിട്ട് പറ്റുന്നില്ല. ആന നിരന്തരം തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇതിൽ വയൽ മുഴുവനും കൃഷി ചെയ്യാതെ കിടക്കുക. പിന്നെ അത് മാത്രമല്ല, വന്യമൃഗ ശല്യം എന്ന് വെച്ചാൽ കുരങ്ങിൻ്റെ ശല്യം ഭയങ്കര ശല്യമാണ്. വനം വകുപ്പ് എടുക്കുന്ന നിലപാടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ആരെങ്കിലും ശബ്ദമുയർത്തിയാൽ അവരെ പ്രതി ചേർത്ത് ജയിലിലടക്കുക എന്നൊരു നടപടിയാണ് വനം വകുപ്പ് തീർത്തുകൊണ്ടിരിക്കുന്നത്. മൂടക്കൊല്ലിയിലെ പ്രജീഷുമാരും പാക്കത്തെ പോളുമാരും പടമലയിലെ അജിമാരും ഇനി വയനാട്ടിൽ ആവർത്തിക്കരുത്. ഇന്നാട്ടുകാർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത് സുരക്ഷിതമായ ജീവിതമാണ്. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.